തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ പ്രചാരണ പരിപാടി CPIM പ്രവർത്തകർ തടഞ്ഞുവെന്ന് പരാതി. പ്രചാരണവുമായി ചെറുവത്തൂർ ടൗണിലെത്തിയ പ്രവർത്തകരെ തടഞ്ഞുവെന്നാണ് പരാതി. പ്രശ്നം അറിഞ്ഞെത്തിയ സന്ദീപ് വാര്യരും CPIM പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ശരിയാണ്, തൃക്കരിപ്പൂർ ഒരു ഇടത് കോട്ടയാണ്. അത് നീലേശ്വരമായിരുന്നപ്പോഴാണെങ്കിലും തൃക്കരിപ്പൂരായിരുന്നെങ്കിലും ആകെ ഒരു തവണയോ മറ്റുമാണ് കോൺഗ്രസിന് അവിടെ MLA ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അവിടെ പ്രചാരണ പരിപാടി തടയുക എന്ന് പറയുന്നത് ജനാധിപത്യപരമല്ലല്ലോ. മാധു, ഇതിൽ UDF ആരോപിക്കുന്നത് ഇന്ന് രാവിലെ ചെറുവത്തൂരിൽ സന്ദീപ് വാര്യരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കുറച്ച് UDFന്റെ ഭാഗമായിട്ടുള്ള യുവാക്കൾ, അവരുടെ UDF പ്രവർത്തകർ അവിടെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ഈ പ്രചാരണ ബോർഡുകളുമായി പ്രചാരണ പ്രവർത്തനം നടത്തിയിരുന്നു. അതിനിടെ ആ ടൗണിലുണ്ടായിരുന്ന CPIM CIT പ്രവർത്തകർ അത് തടഞ്ഞു എന്നതാണ് ഈ UDF ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതറിഞ്ഞാണ് സന്ദീപ് വാര്യർ അങ്ങോട്ട് എത്തുന്നത്. അതിനുശേഷം സന്ദീപ് വാര്യരും CPIM പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു എന്നതുകൂടി പറയുന്നുണ്ട്. അതായത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനെ തടയുകയാണ്. ചെറുവത്തൂർ CPIM ശക്തി കേന്ദ്രമാണ്. അത്തരം ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ മാധു സൂചിപ്പിച്ച പോലെ തന്നെ തൃക്കരിപ്പൂരിലുണ്ട്. അത്തരം കേന്ദ്രങ്ങളിൽ ഈ പ്രചാരണ പരിപാടികൾ പോലും തടയുന്നു എന്നതാണ് ഇതിലൂടെ UDF എന്തായാലും ആരോപിക്കുന്നത്. CPIM പറയുന്നത് രാവിലെ അവിടെ ഈ പ്രചാരണ പ്രവർത്തനങ്ങളുമായി എത്തിയത് അത് മലയാളികളല്ല, അത് ഇതര സംസ്ഥാനത്തുള്ള യുവാക്കളാണ്. അത് ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം സന്ദീപ് വാര്യരെത്തി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നതാണ് CPIMന്റെ അതിലെന്തായാലും വിശദീകരണം. എന്തായാലും അവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അവിടെ പ്രചാരണ പ്രവർത്തനം അല്ലെങ്കിൽ ആ പ്രചാരണ പരിപാടി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് സന്ദീപ് വാര്യരും CPIM പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ പ്രവർത്തനത്തിനെത്തിയ പ്രചാരണത്തിന് വേണ്ടി എത്തിയ UDF പ്രവർത്തകരെ തടയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിവരം പറഞ്ഞ സന്ദീപ് വാര്യർ അവിടേക്ക് എത്തിയത്. പിന്നീട് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു.